തിരുവനന്തപുരത്ത് ഒരു സഭാ ശുശ്രൂഷകന്റെ ഭാര്യയായ സിസ്റ്റർ ലീലാമ്മ വിൽസൺ അനുഭവിച്ചറിഞ്ഞ രോഗവിമുക്തിയുടെ സാക്ഷ്യം. മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സാക്ഷ്യമാണ് ലീലാമ്മയുടേത്. അതിതീവ്രമായ രോഗാനുഭവങ്ങളിൽ നിന്ന് മോചനം ലഭിച്ചത് തികച്ചും ദൈവിക വിടുതൽ തന്നെയാണ് എന്ന് ലീലാമ്മ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ സ്വന്തം ദേശം എന്ന് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. അവിടുന്ന് മാതാപിതാക്കളോട് ഒരുമിച്ച് ഞങ്ങൾ പാലക്കാടിൻ്റെ പ്രദേശത്തേക്ക് കുടിയേറി പാർക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി. അവിടെ നിന്നാണ് അതിൻ്റെ വിദ്യാഭ്യാസം ചെയ്യുവാൻ തക്കോണം ദൈവം എൻ്റെ ജീവിതത്തെ ഇടയാക്കി. എനിക്ക് ദാനമായി ഒരു മോനെ ദൈവം തന്നിട്ടുണ്ട്. അവൻ കുടുംബമായി ഇന്ന് ദുബായിയുടെ പ്രദേശത്ത് ജോലിയോടെ ഒന്നിച്ചായിരിക്കുന്നു. എന്നാൽ ഞാൻ കർത്താവിൻ്റെ വേലയിലായി 2014 എനിക്ക് മാരകമായ രോഗം എൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ ഇടയാക്കി തീർത്തു. ഞങ്ങൾ കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് മുരുക്കുമ്പുഴ എന്ന പ്രദേശത്ത് ദൈവവേലയുടെ മുഖത്ത് ആയിരിക്കുമ്പോൾ വലിയൊരു ആക്സിഡൻറ്റ് എൻ്റെ ജീവിതത്തിലുണ്ടായി. ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞത്, സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞത് ഒരു തലമുടി നാരിൻ്റെ ഇഴയിലാണ് ഞാൻ രക്ഷപ്പെടുവാടിയായി തീർന്നതെന്ന്. ആ പെയിൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു വരുന്നെങ്കിൽ ഞാൻ കോമ സ്റ്റേജിലാകുമായിരുന്നു എന്ന് പറയാനിടയായി തീർന്നു. കർത്താവ് അതിൽ നിന്നും ദൈവം എന്നെ വിടിവിച്ചു. അതിനുശേഷമാണ് എനിക്ക് രോഗം പരിപാടിയായി ഞാൻ മുരുക്കുമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആയിരിക്കുമ്പോൾ, ആ സഭയിലായിരിക്കുമ്പോൾ ഒരു കർത്താവിൻ്റെ ദാസി കടന്നു വന്ന് ദൈവാലോചന പറയുവാനിടയായി തീർന്നു. നിങ്ങൾക്ക് അപൂർവമായ ഒരു രോഗം വരും, എന്നാൽ ആ രോഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടിവിക്കുമെന്ന് പറയാനിടയായി തീർന്നു. അന്ന് ഞങ്ങളത് ഡയറിയിൽ എഴുതി വെച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതിനുശേഷം എനിക്ക് രോഗം വന്ന് 8 വർഷങ്ങൾക്ക് മുമ്പാണ് ആ ദൈവദാസി എന്നോട് പറയുവാനിടയായി തീർന്നത്. എന്നാൽ 8 വർഷം കഴിഞ്ഞപ്പോൾ 2014 എനിക്ക് ശാരീരികമായ ചില അസ്വസ്ഥതകൾ എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടാൻ ഇടയായി തീർന്നു. അത് ഡോക്ടർ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി CT സ്കാൻ ചെയ്തു, എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ അത് ക്യാൻസറാണെന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ വലിയൊരു മുഴയാണെന്ന് പറയാനിടയായി തീർന്നു. ഡോക്ടർമാർ പറഞ്ഞു വലിയൊരു മുഴയാണ്, 4th സ്റ്റേജാണ്, ഇത്രയും പെട്ടെന്ന് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാനിടയായി തീർന്നു. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന 2014 ഏപ്രിൽ മാസത്താണ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം കൂടി, എൻ്റെ ഭർത്താവിൻ്റെ സഹോദരങ്ങളെല്ലാം കർത്താവിൻ്റെ വേലയിലാണ്. ഞങ്ങളെല്ലാവരും കൂടി ദൈവസന്നിധിയിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചു. ദൈവമുമ്പാകെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ കടന്നുപോയിടയായി തീർന്നത്. എന്നാൽ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് ഉറക്കമില്ല, ഭയങ്കര മനസ്സിന് വളരെ ഭാരവും പ്രയാസമായിരുന്നു. ഉറക്കമില്ലാതെ ഞാനിങ്ങനെ തറയിലിറങ്ങി കിടന്നപ്പോൾ ഞാൻ ഒന്ന് മയങ്ങിയപ്പോൾ ദൈവം എന്നെ ഒരു ദർശനം കാണിക്കാനിടയായി തീർന്നു. മേശയുടെ ഒരു വലിയൊരു ട്രോയുടെ ആകാശത്തും ഭൂമിക്കും മധ്യ ട്രോ ഇങ്ങനെ ഇരിക്കുന്നു. അതിനകത്തൊരു കരടി, അതായത് കരടി ഇങ്ങനെ നിൽക്കുന്നെങ്കിലും നിവർന്ന് നിൽക്കുന്നൊരവസ്ഥ. അതിനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഒരു വ്യക്തി പകലത്തെ പ്രാർത്ഥനയുടെ ശക്തിയാൽ അതിനിട്ട് ഒലയ്ക്കുന്നു. അതിനൊരു സ്വസ്ഥതയില്ലാതെ അതിന് ഒലച്ചൊലച്ച് അതിൻ്റെ തല പൊട്ടി, അതിൻ്റെ ഓരോ അവയവങ്ങളും പൊട്ടി അതിങ്ങനെ മലച്ച് എൻ്റെ മുമ്പാകെ വീഴുന്നതായിട്ട് ഒരു ദർശനം കാണിച്ചു. ഒരു ദൈവശബ്ദവും എൻ്റെ ചെവിയിൽ കേൾപ്പാടിയാക്കി തീർത്തു. നിത്യാനന്ദം ഞാൻ നിൻ്റെ തലയിൽ തരുമെന്ന് ഒരു വചനവും എൻ്റെ ചെവിയിൽ കേൾക്കുവാനിടയായി തീർന്നു. ആ ദൈവശബ്ദത്തിൽ ഞാൻ അന്ന് രാത്രി സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഇടയായി തീർന്നു. അടുത്തുള്ള ദിവസങ്ങളിൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ആരംഭിക്കാൻ ഇടയായി തീർന്നു. വളരെ ഡോക്ടർമാർ കാണുമ്പോഴെല്ലാം ചോദിക്കും, ഇതുവരെ നിങ്ങളെ ഓപ്പറേഷൻ ചെയ്തില്ലേ എന്ന് ചോദിക്കാനിടയായി തീർന്നിട്ടുണ്ട്. ഇതിച്ചിരി വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് പറയാൻ ഇടയായി തീർന്നു. എന്നാൽ അനേക ഇടങ്ങളിൽ അനേക പ്രിയപ്പെട്ടവർ ദൈവമുമ്പാകെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് 4th സ്റ്റേജാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. രക്ഷപ്പെടാനായിട്ട് വകയില്ല എന്ന് പറഞ്ഞു. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെ കാണിച്ച ദർശനപ്രകാരം ഞാൻ ഉറച്ചു നിന്നു. ഉറപ്പും ധൈര്യവും ഉള്ളതായിരിക്കാമെന്ന് യെശയ്യാപ്രവചനത്തിലുള്ള വചനം എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാക്കാൻ ഇടയായി തീർന്നു. പിന്നെ യെശയ്യാപ്രവചനത്തിൽ പറയുന്നത്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് അവൻ നിന്നെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും,
യാഗിൽ ശാശ്വതമായ ഒരു സമാധാനം ദൈവം നിൻ്റെ ജീവിതത്തിൽ നൽകി തരുമെന്നുള്ള വചനം എൻ്റെ ഹൃദയത്തിൽ നൽകി തരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവവചനത്തിലാണ് അധികവും ബലപ്പെടുവാൻ ഇടയായി തീർന്നത്. അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ആരംഭിച്ചു. എനിക്ക് ഹീമോ ഒരാഴ്ചയിൽ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ഹീമോയാണ്. അതിൻ്റെ ഇടയ്ക്കൊക്കെ റേഡിയേഷനും എൻ്റെ ശരീരത്തിൽ ചെയ്തു. എന്നാൽ എൻ്റെ ഭർത്താവ് ഒരു പാസ്റ്ററാണ്. പുള്ളിക്കാരൻ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. കാരണം ഞങ്ങൾ താമസിക്കുന്നത് ജാതികളുടെ ഇടയിലായതുകൊണ്ട് അവരാരും ഇതൊന്നും അറിഞ്ഞില്ല. കർത്താവെ, എൻ്റെ തലമുടി ഒന്നുപോലും പൊഴിഞ്ഞു പോവല്ലേ എന്ന് ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ഹീമോ എടുത്തു, റേഡിയേഷൻ ചെയ്തെങ്കിലും എൻ്റെ ഒരു തലമുടി പോലും പൊഴിഞ്ഞു പോകാൻ ദൈവം ഇടയാക്കിയില്ല. പിന്നെ എൻ്റെ അച്ഛൻ പ്രാർത്ഥിച്ചു, ആംബുലൻസിൽ ഒന്നും കയറ്റാൻ ദൈവമേ ഇടയാക്കല്ലേ എന്ന്. കാരണം ഓരോ പ്രിയപ്പെട്ടവരെ ഹീമോ എടുത്തതിന് ശേഷം അവർക്ക് ഭയങ്കരമേറിയ ഛർദി, ക്ഷീണവും, വീണ്ടും അതേ സ്റ്റേജിൽ തന്നെ അവരെ ഉടൻ തന്നെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനത്തെ യാതൊരു പ്രയാസങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാൻ ഇടയായില്ല. ഓരോ പ്രാവശ്യവും ഡോക്ടർ ഹീമോ എടുക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ ശരീരത്തിലെ ബ്ലഡ് പരിശോധിച്ച് കൗണ്ടുണ്ടോ എന്ന് നോക്കിയിട്ട് എന്നോട് പറയും, നിങ്ങളുടെ യേശു നിങ്ങൾക്ക് അനുദിനം സൗഖ്യം തരുന്നത് യേശുവാണ്, നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക എന്ന് അവർ എൻ്റെ അടുത്ത് പറയാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ എല്ലാം കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായി. 28 റേഡിയേഷൻ എനിക്ക് എടുത്തു. ശേഷം ഹീമോ 1 മാസത്തോളം, ആഴ്ചയിൽ 5 ദിവസമാണെങ്കിൽ 1 മാസത്തോളം ഹീമോയുടെ മരുന്ന് എൻ്റെ ശരീരത്തിൽ കയറുവാൻ ഇടയായി തീർന്നു. ഇതിലെല്ലാം എൻ്റെ ശക്തിയോ ബലമോ ഒന്നുമല്ല, ദൈവമാണ് എനിക്ക് ബലം പകർന്നു തന്നത്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ എത്രയെന്ന് ദൈവത്തിൻ്റെ വചനമുള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ പകർന്നു. ദൈവം എന്നെ ശക്തീകരിച്ചു. അനേകരുടെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിന്മേ ഉണ്ടായിരുന്നു. അതിന് ശേഷം എനിക്ക് ഓപ്പറേഷൻ നടന്നു. ഓപ്പറേഷൻ നടന്നതിന് ശേഷം എനിക്ക് അതിഭയങ്കരമായ ഒരു ഛർദി എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. 28 ദിവസം 22 ദിവസം ഞാൻ ഒരുപോലെ ഛർദ്ദിക്കുക ഇടയായി തീർന്നു. എന്നുവെച്ചാൽ എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടൻ തന്നെ അത് ഛർദ്ദിച്ച് കളയും. അപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലാവുന്നില്ല ഇതെന്താണ്. അവർ ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം ഈ രോഗം എൻ്റെ ശരീരത്തിന്മേലില്ല. അവർ ബയോപ്സിക്ക് അയച്ച് റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തിന്മേൽ ഇനി ഇങ്ങനത്തെ ഒരു രോഗമേ ഇല്ല. പക്ഷേ എനിക്ക് കാലിൽ നീര് വരണു. പിന്നെ ഛർദിൽ 22 ദിവസം ഒരുപോലെ ഛർദ്ദിച്ച് ഞാൻ എൻ്റെ ഒരുപാട് അവശ നിലയിലായി. അപ്പോൾ എൻ്റെ സൗഹാർദ്ദങ്ങൾ വിചാരിച്ചു ഞാൻ മരണപ്പെട്ടു പോകുമെന്ന് തന്നെ അവർ വിചാരിച്ചു. പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ധൈര്യമുണ്ടായിരുന്നു. ദൈവം എന്നെ കാണിച്ച ദർശനം. എനിക്കങ്ങനെ ഒരു ഭയമോ ഞാൻ മരിച്ചു പോകുമെന്നുള്ളൊരു ഭീതിയോ ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നെ സൂക്ഷിച്ചതുകൊണ്ട്, ധൈര്യം പകർന്നു തന്നതുകൊണ്ടാണ് അങ്ങനെ ആയത്. ഞങ്ങൾ ആ സമയങ്ങളിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് സമയത്ത് ഞങ്ങളൊരു ഭവനം പണിതുകൊണ്ടിരുന്നു. ആ ഭവനം വാർത്തിട്ടപ്പോഴാണ് എനിക്ക് ഈ രോഗം കണ്ടുപിടിക്കാൻ ഇടയായി തീർന്നത്. എന്നാൽ എൻ്റെ ഭർത്താവ്, ഞാൻ പറഞ്ഞല്ലോ ഒരു പാസ്റ്ററാണെന്ന്, ഭർത്താവിൻ്റെ ചേട്ടനും പാസ്റ്ററായിരുന്നു, പറഞ്ഞു എൻ്റെ ശരീരമെങ്കിലും എൻ്റെ ജഡമെങ്കിലും ആ വീട്ടിലൊന്ന് കൊണ്ട് വെക്കാനായിട്ട് നീ ഒരു കാര്യം ചെയ്യണം. എൻ്റെ ചേട്ടൻ അനുജനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, അവിടെയെല്ലാം ഒന്ന് വെള്ളം തളിച്ച് ഒതുക്കി ഇട്ടിരിക്കണം, അവളുടെ ശരീരമെങ്കിലും അവളുടെ ജഡമെങ്കിലും നമുക്ക് അവിടെ ഒന്ന് കൊണ്ട് വെക്കണമെന്ന് പറയാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ഭർത്താവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എൻ്റെ ഭാര്യയില്ലാതെ എനിക്കൊരു വീട് വേണ്ട എന്ന് ദൈവത്തോട് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ ഭാര്യയില്ലാതെ, എൻ്റെ മോനെ ഒരമ്മയില്ലാതെ ഞങ്ങളെ വീട്ടിലേക്ക് അയക്കരുത്, ആരോഗ്യത്തോടെയാണ് ആശുപത്രിയിൽ നിന്ന് വരേണ്ടതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനും കരയാനും ഇടയായി തീർന്നു. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അവർ നടത്തുന്ന ടെസ്റ്റുകളിലൊന്നും എനിക്ക് ഒരു രോഗവുമില്ല എന്ന്, പിന്നീട് ഒരു രോഗമില്ല എന്ന് ഡോക്ടർമാർ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ദൈവത്തോളം അന്ന് ഞാൻ ക്ഷീണിച്ച ഒരു അവശ നിലയിലായി തീർന്നു. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥ. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ അകത്തുള്ള യൂട്രസ് എടുക്കണം, പിന്നെ അങ്ങനെയൊക്കെ എടുക്കേണ്ട വരും, സമ്മതമാണെങ്കിൽ ഒപ്പിട്ട് തരണമെന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ അച്ഛൻ അതെല്ലാം ഒപ്പിട്ട് കൊടുത്തു.
ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ അതെല്ലാം മൊബൈലിൽ പകർത്തിയിരുന്നു. ഡോക്ടർ എൻ്റെ ഭർത്താവിനെ കൊണ്ട് കാണിച്ചു. നിങ്ങളുടെ ഭാര്യ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് പറയാനിടയായി തീർന്നു. നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ ഒരു ഭാഗത്ത് പോലും ഈ രോഗം ബാധിച്ചിട്ടില്ല. അത് ആ മുഴയിൽ മാത്രമേ, ഒരു മുഴയുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതിൽ മാത്രമേ ഈ രോഗമുള്ളൂ. വേറെ ഒരു സ്ഥലത്തേക്കും ബാധിച്ചില്ല എന്ന് പറയായിട്ട് തീർന്നു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെക്കപ്പിന് ചെല്ലുമ്പോഴത്തേനും ബയോപ്സിക്ക് അയച്ച റിസൾട്ട് വാങ്ങിച്ചുകൊണ്ട് ചെല്ലണമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പേ ആ ബയോപ്സിയുടെ റിസൾട്ട് ഡോക്ടറെ കയ്യിൽ കിട്ടി. ഞാൻ ചെന്നപ്പോൾ ഡോക്ടറിൻ്റെ ചുറ്റും ജൂനിയേഴ്സായ കുറേ ഡോക്ടർമാരുന്നു. എന്നെ കണ്ടിട്ട് എന്നെ മെയിനായിട്ട് ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ പറയാനിടയായി തീർന്നു, വണ്ടർഫുള്ളായിരിക്കുന്നു, അത്ഭുതമായിരിക്കുന്നു ഈ സഹോദരിയുടെ കാര്യം. ഇവർക്ക് അങ്ങനത്തെ ഒരു രോഗം അവരുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാനിടയായി തീർന്നു. എന്നാൽ അതിനുശേഷം അതിനുശേഷമാണ് എനിക്ക് ഛർദിലുണ്ടായതും ഞാൻ അവശ്യ നിലയിലായതും. അതിനുശേഷം ദൈവം എനിക്ക് ശക്തിയും ബലവും ദൈവം നൽകി തന്നു. ഭവനത്ത് കടന്നു വന്നു. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ശ്വാസം മുട്ടൽ, അതിഭയങ്കരമായ ശ്വാസം മുട്ടൽ കടന്നു വന്നു. കാരണം റേഡിയേഷൻ ചെയ്തതും ഈ ഛർദിലും ഇതിൻ്റെ എല്ലാം കൊണ്ട് എൻ്റെ ശരീരത്തിലെ രക്തം മുഴുവൻ വറ്റിപ്പോയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ശ്വാസം മുട്ടൽ പരിപാടിയായി തീർന്നത്. എന്നാൽ ഡോക്ടർ ന്യൂമോണിയയുടെ ആരംഭമുണ്ട് എന്ന് ഇടയായി തീർന്നു. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ ഭവനത്തൊന്ന് കടന്നു വന്നാൽ മതിയെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഡോക്ടർ വീണ്ടും ഒരു എക്സ്റേ എടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ശരീരത്തെ ന്യൂമോണിയയുടെ ആരംഭമാണ്, അതെല്ലാം വിട്ടുമാറി. പക്ഷേ എനിക്ക് ശ്വാസം മുട്ടലുണ്ട്. ഈ ശ്വാസം മുട്ടലും കൊണ്ട് ഞാൻ വീട്ടിൽ വന്നാൽ എന്ത് ചെയ്യുമെന്ന് എൻ്റെ ചേച്ചി ഇങ്ങനെ ഡോക്ടറെ അടുത്ത് ചോദിച്ചു. എന്തായാലും അവർ ഡിസ്ചാർജ് ചെയ്തു. ഞാൻ ഭവനത്ത് കടന്നു വന്ന് അന്ന് രാത്രി തന്നെ എൻ്റെ ശരീരത്ത് ചേച്ചി കുറച്ച് വെള്ളമൊക്കെ വെച്ച് ശരീരമൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം ആ രാത്രി തന്നെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പാട്ടുപാടി ആരാധിക്കാൻ തുടങ്ങി. ആരാധിച്ചതിന് ശേഷം എൻ്റെ ആ ശ്വാസം മുട്ടൽ അന്ന് മുതൽ വിട്ടുമാറിപ്പോയി. അന്ന് രാത്രി ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി. ഇന്ന് വരെ, അത് 10 വർഷമായി, ഇന്ന് വരെ ആ ശ്വാസം മുട്ടൽ എൻ്റെ ശരീരത്തിൽ പിന്നെ കടന്നു വന്നിട്ടില്ല. അന്ന് ദൈവം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അത്ഭുതം ചെയ്യുവാനിടയായി തീർന്നു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഒരു മരുന്ന് പോലും കഴിക്കുന്നില്ല. 10 വർഷമായിട്ട് എൻ്റെ ശരീരത്തിന്മേൽ ഇതിനു വേണ്ടി ഒരു മരുന്ന് പോലും കഴിക്കുന്നില്ല. കാരണം ദൈവം എന്നെ ദർശനം കാണിച്ചു, ദൈവം എന്നെ സൗഖ്യമാക്കിയതുകൊണ്ട് മരുന്ന് കഴിക്കാതെ വണ്ണം ദൈവം എന്നെ വിടുവിച്ചു. ഇപ്പോൾ 10 വർഷമായി. കഴിഞ്ഞ 2014 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ച എൻ്റെ ചികിത്സ ഇപ്പോൾ 2024 ഈ ഏപ്രിൽ മാസം ആകുമ്പോഴത്തേനും 10 വർഷമാകും. എന്നാൽ ഈ വർഷങ്ങളിലെല്ലാം എനിക്ക് ദൈവം ആരോഗ്യം തന്നു, ബലം തന്ന്, ശക്തി തന്ന്. ഞാനിവിടെ മാത്രമല്ല, 2 വട്ടം ഡൽഹിയുടെ പ്രദേശത്ത് കടന്നുപോയി, പിന്നെ ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് കടന്നുപോയി. അങ്ങനെ പല യാത്രകൾ എനിക്ക് ചെയ്യുവാനുള്ള ശക്തിയും ബലവും ദൈവം തന്നു. എൻ്റെ കൂടെയുള്ള പലരും ഈ ലോകത്തുനിന്ന് പോവാൻ ഇടയായി തീർന്നു. ദൈവം എനിക്ക് തന്ന വാഗ്ദത്തമാണ്. ഒരു ദൈവദാസി കൂടി എന്നോട് പ്രവചനപരമായി പറഞ്ഞാണ്, നിങ്ങൾക്ക് അപൂർവമായ ഒരു രോഗം വരും, ആ രോഗത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ വിടിവിക്കുമെന്ന്. അപ്പോൾ ദൈവം എനിക്ക് തന്ന വാഗ്ദത്തത്തിൽ ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. ദൈവം എന്നെ കാണിച്ച ദർശനപ്രകാരം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു. ദൈവം എനിക്ക് ഇത്രത്തോളം വിടുതലും ആശ്വാസം തന്നു. ഇന്ന് ഞാൻ ഒരു ചർച്ചിൽ ഞങ്ങളുടെ സെൻറ്ററിലെ ഒരു സെൻറ്റർ പാസ്റ്റർ ഭാര്യയായിട്ടാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ ദൈവവേലയുടെ മൂത്തായിരിക്കുന്ന സമയത്ത് ആദ്യം എൻ്റെ ഭർത്താവിന് ഒരു പനി വന്നു. ആ പനി വന്ന് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ പോയിരുന്നു. ഭർത്താവിന് ഡോക്ടർമാർ നോക്കിയപ്പോൾ ഡെങ്കിപ്പനിയാണെന്ന് പറയാനിടയായി തീർന്നു. ആ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞാൽ കൗണ്ട് വളരെ കുറഞ്ഞ് 10-ന് താഴെ പോയാൽ വരെ മരണം സംഭവിക്കാവുന്നതാണ്. എന്നാൽ കൗണ്ട് 10-ന് 10,000-ന് താഴെ വരുവാനിടയായി തീർന്നു. എന്നാൽ എന്ത് സംഭവിക്കാവുന്ന അവസ്ഥ. എന്നാൽ കർത്താവിനോട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഭർത്താവിൻ്റെ ഡെങ്കിപ്പനി മാറിയപ്പോൾ പിന്നെ അത് എൻ്റെ ശരീരത്തിലേക്ക്, എൻ്റെ ഡെങ്കിപ്പനിയായിട്ട് എനിക്ക് ശരീരത്ത് പനിയായിട്ട് അനുഭവപ്പെടുവാനിടയായി തീർന്നു. ഞാനിങ്ങനെ എൻ്റെ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ മോനും എൻ്റെ അടുത്തിരിക്കുന്നു. അപ്പം ഞാൻ ഈ മാതളപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ബോധം കെട്ട് അങ്ങ് വീണു. ബോധം കെട്ട് അങ്ങ് വീഴുവാനിടയായി തീർന്നു. പെട്ടെന്ന് അവരെന്നെ ICUവിലേക്ക് മാറ്റുവാനിടയായി തീർന്നു.
എൻ്റെ ജീവിതത്തിൽ മരണം സംഭവിക്കാവുന്ന അവസ്ഥയായിരുന്നു. കർത്താവ് ദൈവം അതിൽ നിന്ന് തന്നെ വിടുവിച്ചു. എന്നാൽ ഈ ഡെങ്കിപ്പനി വന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം വീണ്ടും ഇത് ശരീരത്തിന് മേൽ എത്ര കൗണ്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നോക്കാൻ ഇവിടെ അടുത്തുള്ള ഹൈവേ കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. പോയിട്ട് തിരികെ വരുന്ന സമയത്ത് ഒരു ആക്സിഡൻറ്റ്, അതായത് ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സഹോദരൻ, നല്ല വണ്ണമൊക്കെ ഉള്ള സഹോദരൻ ഒരു ബുള്ളറ്റിൽ പോഞ്ഞിഞ്ഞ് വന്നു. അപ്പോൾ ഒരു കാറിലേക്ക് എന്ന് പുള്ളിക്കാരൻ്റെ ബുള്ളറ്റ് എന്ന് ഇടിച്ച പുള്ളിക്കാരൻ തെറിച്ച് ഞങ്ങൾ വരുന്ന ബൈക്കിലേക്ക് അങ്ങ് വന്ന് വീണു. അപ്പോൾ ഈ ഭയങ്കര ഒരുപാട് ഹൈവേ ആണ്, ഇവിടുത്തെ NH ആണ്. ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ ദുരുരാ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ രണ്ടുപേരും പടപടാന്ന് പറഞ്ഞ് തറയിലേക്ക് അങ്ങ് വീഴാനിടയായി തീർന്നു. സത്യം പറഞ്ഞാൽ അവിടെ നിന്നും ഇവിടെ നിന്നെല്ലാം വാഹനങ്ങൾ വരുന്ന സമയം, ആ വാഹനം വരുന്ന സമയത്ത് ഈ ഇടിച്ച ചെറുക്കൻ ഒരു വശത്തൂടെ, ആ പയ്യൻ ഒരു വശത്തുകൂടെ വണ്ടി എടുത്ത് ഓടിപ്പാടിയാത്ത ആൾക്കാരെല്ലാം ഓടിക്കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നും പറഞ്ഞ് ഓടി. അവിടെയും ഒരു പോറൽ പോലും പറ്റാതെ, എന്നാൽ ദൈവം സൂക്ഷിച്ചു. ഫ്രണ്ടിൽ നിന്നും പുറകിൽ നിന്നും ബാക്കിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊന്നും ഞങ്ങളുടെ മേൽ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കാതെ വണ്ണം ദൈവം അതിൽ നിന്നെല്ലാം ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. പിന്നീട് എനിക്ക് പറഞ്ഞല്ലോ, എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ കാര്യം. ആക്സിഡൻറ്റ് ഞാൻ ബൈക്കിൽ നിന്ന് തറയിൽ വീണാണ്. 8 സ്റ്റിച്ചുമായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നത്. തലമുടി 4 ഇഴയ്ക്കാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടുവാനിടയായി തീർന്നത്. ഒരു വെയിൻ അതിനകത്ത് തൊട്ടായിരുന്നുവെങ്കിൽ ഞാൻ കോമ സ്റ്റേജിലാകുമായിരുന്നു. ദൈവം അതിൽ നിന്നെല്ലാം എന്നെ ദൈവം വിടുവിച്ചു. ഇങ്ങനെ പലവിധ അനുഭവങ്ങൾ, കഷ്ടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരുന്നു. എന്നാൽ ഈ 10 വർഷമായിട്ട് ഞാൻ എൻ്റെ ശരീരത്തിന്മേൽ ദൈവത്തിൻ്റെ സൗഖ്യം, ദൈവത്തിൻ്റെ വിടുതൽ, ആശ്വാസം, സമാധാനം എല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോകാൻ തക്കോണം ദൈവം സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനേക പ്രിയപ്പെട്ടവർക്ക് ഒരാശ്വാസമായി തീരുവാൻ തക്കോണം ദൈവം എൻ്റെ ജീവിതത്തിന് വേണ്ടിയാക്കി തീർന്നു. ഈ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന പലരെയും ചെന്ന് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോട് ഈ സമാധാനത്തിൻ്റെ സുവിശേഷം, സൗഖ്യമാക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് അവർക്ക് ഒരാശ്വാസമായി തീരുവാനും ദൈവം എൻ്റെ ജീവിതത്തിന് വേണ്ടിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളെ കുടുംബമായി പരിപാലിക്കുന്നു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾ 3 പേരേ ഉള്ളൂ, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മോനും. അന്ന് മോൻ വിവാഹം കഴിഞ്ഞിട്ടില്ല. പ്രാർത്ഥിച്ചു, ദൈവമേ, ഞങ്ങൾ 3 പേരായിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത്. എൻ്റെ ഭർത്താവും പ്രാർത്ഥിച്ചു, ഞങ്ങളെ 2 പേരായിട്ട് ഭവനത്തിലേക്ക് അയക്കല്ലേ ദൈവമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ 3 പേരേ ഉള്ളൂ, അതിൽ ദൈവമേ ഒരാളെ എടുത്തു കളയല്ലേ, പിന്നെ 2 പേരേ ഉള്ളൂ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയായി. എന്നാൽ ദൈവം ആ പ്രാർത്ഥന എല്ലാം ദൈവമാണ് കേട്ടത്. ആ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഞങ്ങളെ 3 പേരായി ആശുപത്രിയിൽ നിന്ന് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഇന്ന് വരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കാൻ നോക്കണം ദൈവം സഹായിച്ചു. ഒരുപാട് പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയി, വേദനയെ കൂടി കടന്നുപോയി, ഭാരത്തെ കൂടി കടന്നുപോയി, നിരാശയെ കൂടി കടന്നുപോയി. ഈ സമയങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ എമ്മമേറി ശബ്ദം എൻ്റെ ചെവിയിൽ ദൈവം കേൾപ്പിച്ചുകൊണ്ടിരുന്നു. ആ ദൈവവചനത്തിൽ ബലപ്പെടുവാൻ തക്കോണം ദൈവം സഹായിച്ചു. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടവരെല്ലാം എനിക്ക് ഈ അസുഖം വന്നപ്പോൾ അവർക്കെല്ലാം ഒരുമാതിരി ആയിരുന്നു. എന്നാൽ ഞാൻ ഈ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം എന്നെ വിടുവിച്ചു. ഇതുപോലെ രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് സൗഖ്യം നൽകുന്ന ദൈവമാണ്. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അതിനു വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. പിന്നെ കർത്താവ് നമ്മുടെ പാപത്തിന് വേണ്ടി, നമ്മുടെ ശാപത്തിന് വേണ്ടി, നമ്മുടെ രോഗത്തിന് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നത്. അപ്പോൾ അവൻ്റെ അടിപ്പിണരാൽ ദൈവം തൊട്ടാൽ സൗഖ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, ദൈവത്തോട് നിലവിളിച്ചാൽ, മരുന്നിനേക്കാൾ ദൈവത്തിൻ്റെ കരം തൊട്ടാൽ ദൈവം നമ്മളെ സൗഖ്യമാക്കും. അതെൻ്റെ ജീവിതത്തിലൊരു അനുഭവമാണ്. യേശുവിൽ ആശ്രയിക്കുക. യേശുവാണ് നമ്മളെ വിടുവിക്കുന്നത്. പിശാചിൻ്റെ പ്രവൃത്തി അഴിപ്പാനാണ് ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിൽ വന്നതെന്ന് ബൈബിളിൽ യേശു കർത്താവ് പറയാനിടയായി തന്നു. ഞാൻ വന്നത് പിശാചിൻ്റെ പ്രവൃത്തി അഴിപ്പാനാണെന്ന്. പൈശാചൻ പലവിധ രോഗങ്ങളാൽ നമ്മളെ പീഡിപ്പിക്കും. കൂനിയായ സ്ത്രീയോട് യേശു പറഞ്ഞു, മകളെ, നിൻ്റെ രോഗബന്ധനം അഴിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവൾക്കുള്ള ശരീരത്തിൽ കൂനായിരുന്നു. ആ കൂനിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ രോഗബന്ധനത്തെ
ഞാൻ അഴിച്ചിരിക്കുന്നുവെന്ന് യേശു പറയാനിടയായി തോന്നുന്നു. നമ്മുടെ ശരീരത്തിൽ പാപത്താലാവാം, ചിലപ്പോൾ പ്രകൃതിയാലാവാം, ഏത് വിധത്താലായും രോഗം കടന്നു വന്നാൽ അതിനെ പൂർണ്ണമായി വിടിയിപ്പാൻ ദൈവം ശക്തനാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു വിധത്തിൽ നിരാശപ്പെട്ടു പോകേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ വിടുവിക്കും. ദൈവം തരുന്ന ആയുസ്സും ആരോഗ്യവും ബലവും ഇനി കർത്താവിൻ്റെ നാമത്തിന് മഹത്വമായി ഉപയോഗിക്കാൻ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും ഈ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. യേശു സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഈ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളെ ശരീരത്തെ, നിങ്ങളുടെ മനസ്സിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചാൽ ആ സൗഖ്യം നമ്മുടെ ശരീരത്തിലേക്കും വരുവാനിടയായിത്തീരും. യേശു നമ്മുടെ നിരാശ മാറ്റും, നമ്മുടെ ഭാരം മാറ്റും, നമ്മുടെ രോഗം മാറ്റും. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം യേശു കർത്താവ് നിറവേറ്റിത്തരും. അതുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക, സൗഖ്യമാക്കുന്ന യേശുവിൽ ആശ്രയിക്കുക. യേശു നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ബലവും സൗഖ്യവും നൽകി തരുവാൻ തക്കോണം ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച് രോഗസൗഖ്യം പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളുമായി തീരുവാൻ തക്കോണം ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം ദൈവം എന്നെ സഹായിച്ചു പരിപാലിച്ചു വഴി നടത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വം അർപ്പിക്കുന്നു. ഈ സാക്ഷ്യ കൂടാരം എന്ന ഇതിൽ കൂടെ എൻ്റെ അനുഭവ സാക്ഷ്യം ഒന്ന് പറയുവാൻ പ്രിയപ്പെട്ടവരൊരുക്കിയ എല്ലാ അവരുടെ നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ എൻ്റെ ഈ സാക്ഷ്യം ആരോടെങ്കിലൊക്കെ ഒന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇത് ഈ മീഡിയ വഴി ആരോടെങ്കിലും ഒന്ന് പറയാനുള്ള ഒരു അവസരം ഒരുങ്ങണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ സാക്ഷ്യകൂടാരം എന്ന ഈ മീഡിയയ്ക്ക് എല്ലാവിധ നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. യേശു എന്നെ അനുദിനം നടത്തിടും